അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഇബ്രാഹിം ഇബ്നു അദ്ഹമിന്റെ മനസ്സിൽ 1000 ചിന്തകൾ മിന്നിമറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബൽക്ക രാജ്യത്തിന്റെ അധികാരം തന്റെ കൈകളിൽ വന്നതു മുതൽ ഉള്ള ഓരോ സംഭവങ്ങളും അദ്ദേഹം ചിന്തിക്കുകയാണ്. വയ്യ, എനിക്കിനി വയ്യ, ഈ രാജാധികാരം കൊണ്ട് നടക്കാൻ എനിക്കിനി ഒട്ടും വയ്യ. രാജ്യപദവിയും ഈ സുഖസൗകര്യങ്ങളുമെല്ലാം ഒരു ഹരമായി നടന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അന്ന് മതിയാവോളം സുഖിച്ചു. വിഭവസമൃദ്ധമായ ഭക്ഷണ പദാർത്ഥങ്ങൾ, ഓർമ്മിച്ചാൽ പോലും മധുരിക്കുന്ന മധുര പലഹാരങ്ങൾ, ഒന്ന് കൈഞ്ഞൊടിക്കുമ്പോഴേക്കും ഓടിയെത്തുന്ന തന്റെ ഭടന്മാർ, ലൈംഗിക ശക്തി തീർക്കാൻ യുവകന്യകകൾ, അങ്ങനെ പല പല പ്രൗഢികളിലും ജീവിച്ച ഇബ്രാഹിം ഇബ്നു അദ്ഹം ഞാൻ എത്ര ഭാഗ്യവാനാണ്, സുഖത്തിന്റെ പറുദീസയിലാണ്, അങ്ങനെ എന്തെല്ലാമാണ്, ഞാൻ എത്ര അജയ്യനാണ്, ഇവിടെ സ്വർഗമാണെന്ന് കരുതിപ്പോയ നിമിഷങ്ങൾ. പക്ഷേ അവയെല്ലാം വെറും നശ്വരമായി മാറിയിരിക്കുന്നു. കേവലം വെറും അതൊരു അക്കരപ്പച്ചകളാണ്. എന്നാൽ യഥാർത്ഥ ജീവിതം ഇതൊന്നുമല്ല, യഥാർത്ഥ സൗഖ്യം ഇവിടെയൊന്നുമല്ല എന്ന ഈ ചിന്ത ഇബ്രാഹിം ഇബ്നു അദ്ഹമിന്റെ മനസ്സിൽ നീറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. യൗവനം സിരകളിൽ കത്തിനിന്ന കാലത്താണ് ഇബ്രാഹിം ഇബ്നു അദ്ഹം ബൽക്കയിലെ രാജാവായി സ്ഥാനമേറ്റത്. കേവലം വെറും 27 വയസ്സ് മാത്രം പ്രായമുള്ള സമയത്താണത്. യഥാർത്ഥത്തിൽ രാജാവാകുവാനുള്ള അവകാശം ഇബ്രാഹിം ഇബ്നു അദ്ഹമിന് ഉണ്ടായിരുന്നില്ല. ബൽക്കയുടെ ചക്രവർത്തിക്ക് ആൺമക്കളില്ലാത്തതുകൊണ്ട് തന്റെ മകളുടെ മകനും മന്ത്രികുമാരനുമായ ഇബ്രാഹിം ഇബ്നു അദ്ഹമിന് രാജഭാരം ഏൽപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ലോകം വിട്ടുപിരിഞ്ഞത്. അങ്ങനെ ഇബ്രാഹിം ഇബ്നു അദ്ഹം രാജഭരണം നടത്തി. തന്റെ അയൽ രാജ്യങ്ങളെല്ലാം വെട്ടിപ്പിടിച്ച് തന്റെ രാജ്യത്തിന്റെ പ്രൗഢി കൂട്ടുന്നതിന് വേണ്ടി രാജാവ് പരിശ്രമിച്ചു. അങ്ങനെ അധികകാലം വേണ്ടി വന്നില്ല. രാജാവിന്റെ പ്രൗഢിയും പെരുമാറ്റവും ലോകമാകെ അറിയാൻ തുടങ്ങി. അതുമാത്രമല്ല, സകല രാജാക്കന്മാർക്കും രാജാവിനെ ഒരു പേടി സ്വപ്നമായി മാറി. ഘോരഘോരമായ സമരങ്ങൾ, സാമ്രാജ്യം വീതി കൂട്ടുന്നതിൽ മാത്രം രാജാവ് ശ്രദ്ധകൾ കേന്ദ്രീകരിച്ചു. ഒരുപാട് രാജ്യങ്ങൾ തന്റെ അധീനതയിൽ വന്നപ്പോൾ രാജാവിന് അഹംഭാവത്തിന്റെ കൊടിമുടിയിലെത്തി. തന്നിലും വലിയവൻ മറ്റൊരാളുമില്ലെന്ന് രാജാവിന്റെ മനസ്സിൽ അഹങ്കാരം പിടികൂടി. എല്ലാം സൃഷ്ടിച്ച് പരിപാലിച്ചു പോരുന്ന ഏകനായ ഇലാഹ് ഉണ്ട് എന്നുള്ള കാര്യം രാജാവിന്റെ മനസ്സിൽ തന്നെ ഇല്ലാതെയായി. ഐഹിക ജീവിതം സുഖലോലുപതയുടെ പര്യായമായി അദ്ദേഹം ജീവിച്ചു പോന്നു. ഇവിടെ എന്തും എല്ലാം എന്റെ കാൽ കീഴിലാണ്. തന്റെ അജ്ഞാനുവർത്തികളാണ് സകലരും. വലിയ വലിയ കൊലകൊമ്പന്മാരായ രാജാക്കന്മാര് പോലും തന്നെ ഭയപ്പെടുന്നു. തന്നെ പേടിച്ച് പല യുദ്ധത്തിനും വരാതെ പല രാജാക്കന്മാരും കീഴടങ്ങുന്നു. നിരവധി മണിമാളികകൾ, കൊട്ടാരങ്ങൾ, സ്വർണ്ണ നാണയങ്ങൾ, രത്നങ്ങൾ, സുന്ദരികൾ, അങ്ങനെ എന്തെല്ലാമാണ് രാജാവിന്റെ സുഖസൗകര്യങ്ങൾ. അങ്ങനെ സുഖസൗകര്യങ്ങളിൽ മുഴുകിയ രാജാവിന് പിന്നീട്, അങ്ങനെ സുഖലോലുപതയിൽ ആറാടിയ രാജാവിന് ഇതെല്ലാം നശ്വരമാണെന്നൊരു ചിന്ത അല്പം പോലും ഉണ്ടായിട്ടില്ല. ഇങ്ങനെ മതോന്മത്തനായി വർഷങ്ങൾ എത്രയാണ് കഴിഞ്ഞുപോയത് എന്ന് അറിയില്ല. ചുറ്റുവട്ടത്തുള്ള രാജ്യങ്ങളെല്ലാം പിടിച്ചടക്കി, തന്റെ മേൽക്കോയ്മ അംഗീകരിക്കാത്തവരെ മുഴുവൻ അടിച്ചമർത്തി, സ്വന്തം സുഖലോലുപതയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ജീവിച്ചു. എന്നാൽ ഇപ്പോൾ ഇതാ അദ്ദേഹത്തിന്റെ മനസ്സ് ശിഥിലമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സുഖലോലുപതയിൽ വൈരസം നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. പൂർവകാല ചിന്തകൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. രാജാവിന്റെ ഈ മാനസാന്തരത്തിന് എന്താണ് കാരണം? ഈ ഭൂമുഖത്ത് കാണുന്ന സുഖാഡംബരങ്ങളെല്ലാം അനശ്വരമാണ്. ഈ കാണുന്ന രാജാധികാരവും പ്രൗഢിയും എല്ലാം അനശ്വരമാണ്. സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ പ്രീതി സമ്പാദിച്ച് ശാശ്വത സ്വർഗം നേടുന്നവനത്രേ അന്തിമ വിജയം. ഈ ഒരു പരമാർത്ഥം ഇബ്രാഹിം ഇബ്നു അദ്ഹമിന്റെ മനസ്സിൽ അലയടിച്ചു തുടങ്ങി. രാജകൊട്ടാരത്തിലാണ് എങ്കിലും അദ്ദേഹം ഇപ്പോൾ അള്ളാഹുവിന്റെ സ്മരണയിൽ മാത്രം മുഴുകിയാണ് ജീവിക്കുന്നത്. ഇപ്പോൾ ഇബ്രാഹിം ഇബ്നു അദ്ഹം പഴയ ആ അഹങ്കാരത്തിന്റെ രാജാവല്ല. രാജ്യഭാരം ഉണ്ട് എന്നല്ലാതെ അള്ളാഹുവിനെ ആരാധിച്ച് അള്ളാഹുവിന്റെ പ്രീതി മാത്രം കാംക്ഷിച്ച് 24 മണിക്കൂറും ആ സ്മരണയിൽ മാത്രം ജീവിക്കുന്ന ഒരു പച്ചയായ മനുഷ്യൻ. ഇത്ര വേഗമാണ് ഈ വ്യത്യാസം സംഭവിച്ചത് എന്ന്. മുമ്പ് കൊട്ടാരത്തിനുള്ളിൽ നിന്ന് ശ്രുതിമധുരമായ സംഗീതങ്ങൾ അലയടിക്കുമായിരുന്നു. സംഗീതനാഥ ബ്രഹ്മം കൊണ്ട് രാജാവിന്റെ കാതും കരളും കുളിരണിയിപ്പിക്കുവാൻ വിദഗ്ധമായ സംഗീത വിദ്വാൻമാരെ രാജകൊട്ടാരത്തിൽ ധാരാളം പണം കൊടുത്തു വാങ്ങിച്ചിരുന്നു. എന്നാൽ ഇന്ന് കൊട്ടാരത്തിൽ സംഗീതനാഥം മുഴങ്ങുന്നില്ല. ആ സ്ഥാനത്ത് ഇന്ന് കൊട്ടാരത്തിൽ ഖുർആനിന്റെ മന്ത്രമാധുര്യമാണ് മുഴങ്ങുന്നത്. ഗായകന്മാരുടെയെല്ലാം സേവനം രാജാവ്
കേവലം അവസാനിപ്പിച്ചിരിക്കുകയാണ്. സംഗീത ഭ്രമത്തിൽ മുങ്ങിപ്പൊങ്ങി ദിനരാത്രങ്ങൾ കഴിച്ചിരുന്ന രാജാവിനിപ്പോൾ സംഗീതം കേൾക്കുന്നത് തന്നെ വളരെ വെറുപ്പായി തോന്നുകയാണ്. വാദ്യോപകരണങ്ങൾ കാണുന്നത് തന്നെ വളരെ വെറുപ്പായി തോന്നുകയാണ്. വിശുദ്ധ ഖുർആനിലെ അനശ്വരവും അമാനുഷികവുമായ വാക്കുശകലങ്ങൾ മാത്രം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇപ്പോൾ കുളിരണിയിക്കുന്നു. കൊട്ടാരത്തിൽ എത്രയെത്ര നർത്തകികളായിരുന്നു! രാജാവിന്റെ മനസ്സിന് ഇമ്പമേകാൻ, രാജാവിന്റെ കണ്ണിന് ഇമ്പമേകാൻ, കുളിർമയേകാൻ അവർ ചുവടുകൾ വെച്ചുകൊണ്ട് നർത്തനമാടി. ശരീരത്തിന്റെ മാംസളമായ ഭാഗങ്ങൾ ചലിപ്പിച്ചുകൊണ്ട്, കാണുന്നവന്റെ വികാരങ്ങളെ ഉത്തേജിപ്പിച്ചുകൊണ്ട് യുവകന്യകമാർ മതിമറന്നാടി. പക്ഷേ നമ്മുടെ രാജാവിന് ഇപ്പോൾ അതൊന്നും കണ്ടുകൂടാ. അദ്ദേഹത്തിന് ഇപ്പോൾ അതെല്ലാം വെറുപ്പായി മാറിയിരിക്കുകയാണ്. നൃത്തങ്ങൾക്ക് പകരം ഇബാദത്തിനെയാണ് രാജാവിന് ഇപ്പോൾ ഇഷ്ടമായി മാറിയിരിക്കുന്നത്. നിരന്തരമായ സുജൂദും റുക്കുവും, അതിലാണ് ഇന്ന് രാജാവ് സായുജ്യമടയുന്നത്. ഇങ്ങനെ കൊട്ടാരത്തിലെ നർത്തകികളെയെല്ലാം രാജാവ് പറഞ്ഞുവിട്ടു. ദാസിമാരുടെ സേവനങ്ങളെല്ലാം അവർ നിർത്തിവെച്ചു. കണ്ടവർക്കും കേട്ടവർക്കുമെല്ലാം വളരെ അത്ഭുതം. അവർക്കെല്ലാം അത്ഭുതം, നമ്മുടെ രാജാവിനിത് എന്തുപറ്റി? അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുവാൻ തുടങ്ങി. പക്ഷേ അവരുടെ സംശയങ്ങളെയെല്ലാം ഊതിവീർപ്പിച്ചുകൊണ്ട് രാജാവ് തന്നിലേക്ക് തന്നെ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു. രാജാവിന് ഇബാദത്തുകൾ ചെയ്തിട്ടും മതിയാവുന്നില്ല. പ്രപഞ്ചനാഥനെ കുറിച്ചുള്ള സ്മരണ അദ്ദേഹത്തിന്റെ മനസ്സിൽ പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്നു. ഭൗതിക സുഖലോലുപതയിൽ അദ്ദേഹത്തിന് ഒട്ടും തന്നെ ഇഷ്ടം ഇല്ലാതെയായി. കൊട്ടാരത്തിനുള്ളിൽ നിന്ന് ഖുർആനിന്റെ മുഴക്കമല്ലാതെ മറ്റൊന്നും ഉണ്ടാവരുത് എന്ന് രാജാവ് കർശനം മുഴക്കി. യൗവനത്തിന്റെ ചോരത്തിളപ്പ് ശിരകളെ വിഭ്രജിച്ചപ്പോൾ അഹങ്കാരത്തിന്റെ പ്രവണതയിൽ മുഴുകി കണ്ണിൽ കണ്ട സാമ്രാജ്യങ്ങളെല്ലാം വെട്ടിപ്പിടിച്ച് അതിൽ രക്തച്ചൊരിച്ചിൽ നടത്തി സായുജ്യമടഞ്ഞ് ഒരു സ്വച്ഛാധിപതിക്ക് ഇത്രയും പെട്ടെന്ന് ഉണ്ടായ ഈ വ്യതിയാനം ഒരു യുഗപ്രഭാവന്റെ ആവിർഭാവത്തിന് തുടക്കമായിരുന്നു. സ്വന്തം രാജ്യത്തിന്റെ വികാസം മാത്രം ആഗ്രഹിച്ച് ജീവിച്ച രാജാവിനിപ്പോൾ താൻ നേടിയെടുത്ത രാജ്യത്തിനെ കുറിച്ച് ഒരു ചിന്തയുമില്ല. ഭരണകാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചില്ല. ഏക ഇലാഹായ അള്ളാഹുമായുള്ള ഒറ്റ വിചാരവുമായി കഴിഞ്ഞുകൂടുകയാണ് അദ്ദേഹം. രാവും പകലും ഇബാദത്തുകളിൽ മുഴുകി ദിവസങ്ങൾ തള്ളി നീക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ. ഒരിക്കൽ ഖുർആനിലെ ഒരു സൂക്തമോദി അതിൽ മുഴുകിയിരിക്കുന്ന രാജാവ് കൊട്ടാരത്തിന്റെ അകത്തു നിന്നും ഒരു ശബ്ദ കോലാഹലം കേട്ടു. തന്റെ ഏകാന്തതയെ നീരസപ്പെടുത്തിയ കാര്യം എന്താണെന്ന് അദ്ദേഹം അല്പം നീരസത്തോടെ ശ്രദ്ധിച്ചു. ഏതോ ഒരുത്തനുമായി കൊട്ടാരത്തിലെ പരിചാരകൻ ശണ്ട കൂടുകയാണ്. അയാൾ എന്തോ ആവശ്യപ്പെടുന്നുണ്ട്. അതിനെ അനുമതിക്കാതെ പരിചാരകൻ അയാളുടെ കഴുത്തിന് പിടിച്ച് തള്ളി പുറത്താക്കുകയാണ്. വളരെ വിചിത്രമായൊരു ആവശ്യവുമായിട്ടാണ് അയാൾ കൊട്ടാരത്തിലേക്ക് വന്നത്. അയാൾ എങ്ങനെയാണ് കൊട്ടാരത്തിനുള്ളിൽ എത്തിയത് എന്ന് ഒരാൾക്ക് പോലും അറിയില്ല. രാജകൊട്ടാരമാണ്, എത്രയെത്ര പടയാളികൾ. പാറാവുകാർ പുറത്ത് കാവൽ നിൽക്കുന്നു. പാറാവുകാർ അറിയാതെ ഒരീച്ചക്ക് പോലും അകത്ത് കയറിപ്പറ്റാൻ ആകില്ല. പക്ഷേ അത്ഭുതം സംഭവിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. വിചിത്രമായൊരു ചോദ്യം കേട്ടാണ് കൊട്ടാരത്തിലുള്ളവർ ശ്രദ്ധിച്ചത്. എന്റെ ഒട്ടകത്തെ ഇവിടെയെങ്ങാനും കണ്ടോ? വല്ലാത്ത ഒരു ചോദ്യം. രാജകൊട്ടാരത്തിനകത്ത് ഒട്ടകത്തെ തിരയുകയോ? ചോദിച്ചവൻ ആരോ ഭ്രാന്തനോ ചിന്താഭ്രമനോ ആയിരിക്കും. ആരായാലും ശരി, ആളെ കണ്ടുകിട്ടിയിട്ട് വേണ്ടേ സത്യാവസ്ഥകൾ മനസ്സിലാക്കാൻ. എന്നാൽ കൊട്ടാരത്തിന്റെ അകം മുഴുവൻ തിരഞ്ഞിട്ടും ചോദ്യകർത്താവിനെ കണ്ടുകിട്ടിയില്ല. രാജ്യഭടന്മാർക്ക് വളരെ അത്ഭുതം തോന്നി. ഇതെന്താണ്, വല്ല അശരീരിയും ആയിരിക്കുമോ? അവർ എല്ലായിടത്തും പിന്നെയും പരതി. ഒടുവിൽ ആ ചോദ്യകർത്താവിനെ കണ്ടുപിടിക്കുക തന്നെ ചെയ്തു. അയാൾ നിൽക്കുന്നത് എവിടെയാണെന്നോ? ആ ഉത്തുംഗസൗധത്തിന്റെ മുകളിലെ തട്ടിൽ. ഏതോ ഒരു പരിചാരകനാണ് ആ ചോദ്യകർത്താവിനെ ആദ്യം കണ്ടുമുട്ടിയത്. ഇതാ അയാൾ ഇവിടെ ഉണ്ട്, ആ പരിചാരകൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. അത് കേട്ട് ഭൃത്യന്മാരെല്ലാം അങ്ങോട്ട് ഓടിപ്പോയി. ആ ചോദ്യകർത്താവിനെ എല്ലാവരും കണ്ടു. മാത്രവുമല്ല, ആ വിചിത്രമായ ചോദ്യം അവരുടെ എല്ലാവരുടെയും കാതിൽ കേൾക്കുകയും ചെയ്തു. ഇവിടെ ആരെങ്കിലും എന്റെ ഒട്ടകത്തെ കണ്ടോ? ആ വിചിത്രമായ ചോദ്യം അവരുടെ എല്ലാവരുടെയും കാതിൽ കേൾക്കുകയാണ്. രാജകിങ്കരന്മാർക്ക് കോപവും അത്ഭുതവും ഭയവും എല്ലാം ഒന്നിച്ചു വന്നു. ഇത്രയധികം കാവൽക്കാരും സജ്ജീകരണങ്ങളും ഉള്ള ഈ കൊട്ടാരത്തിൽ എങ്ങനെ ഈ ചോദ്യകർത്താവ് കയറി വന്നു? അതായിരുന്നു പരിചാരകന്മാരുടെ അത്ഭുതത്തിന് കാരണം. കാവൽക്കാരുടെ കണ്ണ് വെട്ടിച്ച് എങ്ങനെ ഒരാൾ കൊട്ടാരത്തിനുള്ളിൽ കയറി വന്നത്? ഇത് ചക്രവർത്തി എങ്ങാനും അറിയുവാൻ ഇടയായാൽ തങ്ങളുടെ കഴിവുകേടാണെന്ന് പറയുകയില്ലേ? ഞങ്ങളെ ആക്ഷേപിക്കുകയില്ലേ? ഒരു വേള ജോലിയിൽ നിന്ന് തന്നെ പിരിച്ചുവിടുകയില്ലേ? ഇതെല്ലാമായിരുന്നു ആ കിങ്കരന്മാരുടെ ഭയത്തിന് കാരണം.
തങ്ങളെ എല്ലാവരെയും വിഡ്ഢികളാക്കി. കൊട്ടാരത്തിന്റെ അതിശക്തമായ വാതിലുകളെല്ലാം തള്ളി തുറന്നു. കാവൽക്കാരെ കബളിപ്പിച്ചു ഇയാൾ കൊട്ടാരത്തിനുള്ളിൽ കയറിക്കൂടിയില്ലേ? ഇതെല്ലാം ഓർത്തുകൊണ്ട് അവർ കോപാകുലരായി. അങ്ങനെ കഠിനമായ കോപത്തോടു കൂടി അയാൾ ആ മനുഷ്യരെ പിടികൂടി. പലരും മർദ്ദനത്തിന് വേണ്ടി അയാളുടെ ദേഹത്ത് കൈവെക്കാൻ തുടങ്ങി. പക്ഷേ ആ കൂട്ടത്തിൽ നിന്നും കരുത്തനും ആജ്ഞാന ശക്തിയുള്ളവരുമായ ഒരാൾ ആ കൊട്ടാരത്തിൽ നിന്നും അവരെ തടഞ്ഞു. നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? ഇയാളുടെ മട്ടും ഭാവവും സംസാരവും എല്ലാം കേട്ടിട്ട് ബുദ്ധിക്ക് സ്ഥിരമില്ലാത്തവനെ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്തവനെ ആക്രമിക്കുന്നത് ശരിയല്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് അയാൾ ആഗതന്റെ അടുക്കൽ വന്ന് അയാളോട് ചോദിച്ചു, മനുഷ്യ, നിങ്ങളെങ്ങനെ ഈ കൊട്ടാരത്തിൽ കയറിപ്പറ്റി? ഉരുക്കുകൊണ്ടുണ്ടാക്കിയ കവാടങ്ങളും പോരാത്തതിന് ശക്തരും ആയുധധാരികളുമായ പാറാവുകാരും അവരെ എല്ലാവരെയും കണ്ണുവെട്ടിച്ച് എങ്ങനെ നിങ്ങൾക്ക് ഇതിനകത്ത് കയറാൻ കഴിഞ്ഞു? ഞാൻ എൻ്റെ ഒട്ടകത്തിനെ കാണാതായിട്ട് പല സ്ഥലത്തും തിരഞ്ഞു നടന്നു. എവിടെയും എനിക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. കൂട്ടത്തിൽ ഇവിടെയും തിരയാം എന്ന് വെച്ചു. എന്റെ ഒട്ടകത്തെ ഇവിടെയെങ്ങാനും കണ്ടോ? വീണ്ടും അതേ ചോദ്യം തന്നെ. ഇപ്പോൾ മറ്റുള്ളവരോട് കൈവെക്കരുത് എന്ന് പറഞ്ഞ ആ പരിചാരകന് കോപം വന്നു തുടങ്ങി. അയാൾ ചോദിച്ചു, മനുഷ്യ, നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ? ഈ സ്ഥലം ഏതാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഇത് രാജകൊട്ടാരമല്ലേ? രാജകൊട്ടാരത്തിലാണോ നിങ്ങൾ ഒട്ടകത്തെ തിരയുന്നത്? ഇതൊന്നും ആഗതൻ ശ്രദ്ധിക്കുന്നില്ല. അയാൾ വീണ്ടും അത് തന്നെയാണ് ചോദിക്കാൻ ശ്രമിക്കുന്നത്. ഞാൻ ഇവിടെ ഒന്ന് കയറി ഇറങ്ങട്ടെ. ഇവിടെ എങ്ങാനും ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ എന്റെ ഒട്ടകം നിൽക്കുന്നുണ്ടെങ്കിലോ? അയാൾ കുതറി. ഭടന്മാർ ശക്തിയോടെ അയാളെ പിടിച്ചമർത്തി. അയാൾ തികച്ചും ഒരു ഭ്രാന്തൻ തന്നെ എന്നവർ വിചാരിച്ചു. ഈ ശബ്ദ കോലാഹലങ്ങളാണ് രാജാവിന്റെ ചെവിയിൽ എത്തിയത്. ആരവിടെ? ചക്രവർത്തിയുടെ ഒരു സ്വരം കേട്ട് ഒരു ഭടൻ അങ്ങോട്ട് ഓടി വന്നു. എന്താണ് ഇവിടെ ഒരു ബഹളം? അതൊരു അപരിചിതൻ കൊട്ടാരത്തിൽ കയറിയിരിക്കുന്നു. അയാളെ പിടിച്ചു പുറത്താക്കുന്നതിന്റെ ബഹളമാണ്. അയാളുടെ ആവശ്യം എന്താണ്? രാജാവ് ചോദിച്ചു. ഒരു ആവശ്യവും ഇല്ല. അയാളുടെ വർത്തമാനം കേട്ടിട്ടൊരു ഭ്രാന്തനാണെന്നാണ് തോന്നുന്നത്. അതെന്താ? രാജാവ് ചോദിച്ചു. അയാളുടെ ഒരു ഒട്ടകം കാണാതായിരുന്നുവത്രേ. അത് തിരയാനാണ് അയാൾ കൊട്ടാരത്തിൽ കയറിയത് എന്നാണ് അയാൾ പറയുന്നത്. രാജാവിന് ആ വാർത്ത കേട്ട് അത്ഭുതം തോന്നി. ഒട്ടകത്തെ തിരയുന്നത് കൊട്ടാരത്തിലോ? വിചിത്രം തന്നെ. ആട്ടെ, അയാളെ നമ്മുടെ സന്നിധിയിൽ ഹാജരാക്കാം. തൽക്കാലം ഈ ചരിത്രകഥ ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും തുടർന്ന് കേൾക്കുക. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.